അതെ, എന്തെങ്ങനെ ചിരിക്കുന്ന? അത് തന്നെ സംഭവിക്കും മോളെ. ഞാൻ ചിന്തിച്ച തന്നെ ഇപ്പൊ നടന്നു കാണും. അതിന് മേഘേട്ടന് എന്താ ചിന്തിച്ചത്? അനന്തവും ലേഖയും കൂടി അവളെ തല്ലി ഇറക്കുന്നത്, കണ്ണൻ അവളോട് ക്രൂരമായിട്ട് സംസാരിക്കുന്നത്. കൂടുതൽ സ്വപ്നങ്ങളൊന്നും കാണണ്ട. ഉണ്ണിയും കണ്ണനും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടിലായിരുന്നില്ല ഉറക്കം. മിക്ക ദിവസവും ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ദേ ഈ മുറിയില്. മഹാലക്ഷ്മി അവൾ ഈ വീടിനകത്ത് കാല് കുത്തിയതിന് ശേഷമാ ആ പതിവ് തെറ്റിയത്. എന്നാ ഇനി നീ കുറിച്ചിട്ടോ, കണ്ണന്റെ ഉന്ത് വണ്ടി തള്ളാൻ പഴയതുപോലെ ഞാൻ ഇവിടെ കാണും, അവന്റെ നിഴലായിട്ട്. ഇനി അവനെ തളച്ചിരിക്കും ഞാൻ. അത് വേണം മേഘേട്ട. ഒരു കല്യാണം കഴിഞ്ഞപ്പോ അത്രയ്ക്ക് അയാളുടെ സ്വഭാവം മാറിയത്. എന്റെ അപ്പച്ചി അവന്റെ രണ്ടാനമ്മ ആയതല്ലാതെ നമ്മളും അവനും തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. വകയില് നിനക്കൊരാങ്ങള, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് സ്വന്തമെന്ന് പറയാവുന്ന ഒരുത്തി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൻ നമ്മളെയൊക്കെ രണ്ടാം സ്ഥാനക്കാരാക്കിയത്. അതിന് കിട്ടേണ്ട മറുപടി തന്നെ അവള് കൊടുത്തല്ലോ. അല്ലെങ്കിൽ തന്നെ അവൻ ഒരു മണ്ടന. ഇന്നത്തെ കാലത്ത് അവനെ പോലൊരു പോരായ്മയുള്ള ഒരു പയ്യനെ ഏതെങ്കിലും പെൺകുട്ടി കല്യാണം കഴിക്കുമോ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അവൻ ഇല്ലാണ്ടായി പോയി. കണ്ണീട്ടിന് അവൾക്ക് കൊടുത്ത സ്വർണമൊക്കെ ഫിനാൻസേഴ്സിലെ ലോക്കറിൽ വെച്ചേക്കുവാ. അതുകൊണ്ട് അതൊന്നും അവൾക്ക് എടുത്തോണ്ട് പോവാൻ പറ്റില്ല. പിന്നെ കയ്യിലും കാതിലും കഴുത്തിലും കിടക്കുന്നതേ പോകുമ്പോ കൂടെ കാണത്തുള്ളൂ. ഇനിയിപ്പൊ അതില് കൂടുതൽ എന്തെങ്കിലും അവക്ക് കൊടുത്ത് കണ്ണൻ അവളെ ഒഴിവാക്കാണേലും കുഴപ്പമില്ല. അവൾ ഈ വീടിന്റെ പടി ചവിട്ടാതിരുന്നാ മതി. നാണം കെട്ടവള് സ്വന്തം വീട്ടില് ജോലിക്കാരിയെ പോലെ ജീവിച്ചിട്ട് ഇവിടെ വന്ന് മഹാറാണിയാവാൻ നോക്കിയതാ. വീട് ഭരിക്കാനും കമ്പനി ഭരിക്കാനും നോക്കിയതാ. നല്ലല്ലോ അവളുടെ ആട്ടവും കൂത്തും ഒക്കെ. കഥകളൊക്കെ നീ വളച്ചൊടിച്ചല്ലേ? ഈ കേട്ടതാണോ സത്യം? എന്റെ കണ്ണേട്ടനെ മറന്നോണ്ട് നിന്റെ അരികിലേക്ക് ഞാൻ എപ്പോഴാ വന്നത്? നിന്നോട് മോശമായിട്ട് സംസാരിച്ചത് എപ്പോഴാ? പെരുമാറിയത് എപ്പോഴാ? ഒരുപാട് തവണ. കള്ളം പറയുന്നു. പറയടാ, നടന്നത് പോലെ പറയടാ. സത്യം പറഞ്ഞോ? പറയാനല്ലേ പറഞ്ഞത്? പറയടാ, മര്യാദയ്ക്ക് പറഞ്ഞോ. സത്യം പറ. കയ്യാങ്കളിക്കല്ല നിന്നിങ്ങോട്ട് വിളിച്ചത്. ഇവിടെ പ്രകടനങ്ങൾ ആവശ്യമില്ല. നിന്നെ അന്ധമായി വിശ്വസിച്ചിരുന്ന മനുഷ്യനെ ഇരിക്കുന്നത്. കണ്ണേട്ടനേക്കാൾ വിശ്വാസമായിരുന്നു കണ്ണേട്ടന് നിന്നെ. ആ വിശ്വാസത്തിന് ഇപ്പോഴും ഒരു കോട്ടം തട്ടിയിട്ടില്ല. ഹൃദയം കൊണ്ടൊന്നായവരാ ഞങ്ങള്. ആ ഹൃദയത്തിൽ നിന്ന് കണ്ണേട്ടനെ ഞാൻ ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല. മിണ്ടരുത് നീ. സാഗർ നല്ല ചെറുപ്പക്കാരനാണ്, സാഗറിനെ വിശ്വസിക്കാൻ കൊള്ളാം എന്നൊക്കെ പലതവണ കണ്ണനോട് പറഞ്ഞിട്ടുള്ളത് നീയാണ്. അതെ, ഞാൻ തന്നെ. ഇന്ന് ഹർത്താലായിട്ട് ഇവനോടൊപ്പം ഫൈനാൻസിലേക്ക് പോണെന്ന് കണ്ണേട്ടൻ പറഞ്ഞപ്പോ ഞാനതിനെ എതിർക്കുക ചെയ്തത്. നീ എന്തിനാ എതിർത്തത്? അന്യ പുരുഷനോടൊപ്പം സഞ്ചരിക്കുന്നത്
നിനക്ക് ഇഷ്ടമില്ലെന്ന് കണ്ണേട്ടനെ വിശ്വസിപ്പിക്കാനോ? എന്താ കണ്ണേട്ട ഇതൊക്കെ? കണ്ണേട്ടനോടൊന്നും ചോദിക്കണ്ട. നിന്റെ ഭാഗത്തായിരുന്നു ശരിയെങ്കിൽ എന്തുകൊണ്ട് ഈ സംഭവം നടന്നപ്പോ നീ അത് കണ്ണേട്ടനോട് പറഞ്ഞില്ല? കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.